നമസ്തേ. നമസ്തേ പറയോ. എൻ്റെ പേര് അശ്വതി. ഇതെൻ്റെ മോളാണ് സാൻവി. നമ്മൾ വേദിക് കിഡ്സ് ഹബ് എന്ന് പറയുന്ന ഈ ഒരു ചാനല് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം സാൻവിയെ പോലെ, അതായത് ഒരു 6 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ചെറിയ ശ്ലോകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പം അവര് ഈ ഒരു ടൈമിൽ പഠിക്കുന്ന ശ്ലോകങ്ങളൊക്കെ അവർക്ക് വലുതാവുമ്പോഴും അവർക്ക് ഓർമ്മ നിൽക്കും. കാരണം നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് മാക്സിമം നമ്മളുടെ ചെറിയ ചെറിയ ശ്ലോകങ്ങളും ചെറിയ ചെറിയ പുരാണ കഥകളും ഒക്കെ പഠിപ്പിച്ച് നമുക്ക് വളർത്താം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ നോക്കിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പോൾ ആ സാൻവിയെ പഠിപ്പിക്കുന്ന കൂട്ടത്തില് ഇത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ ഇത് കണ്ടിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ചെറിയ കൂട്ടുകാർക്ക് കൂടെ പഠിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ സാൻവി ഇന്നലെ നമ്മൾ ഒരു കാലഭൈരവ അഷ്ടകം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാൻവി പാടുന്നത്. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പേജിൽ പോയി കണ്ടു നോക്കുക. കുഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അപ്പം നമ്മൾ അതൊന്ന്, ചെറിയ കുഞ്ഞുങ്ങളല്ലേ, അവർ അത്രയും ട്രൈ ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ചെറുതായിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് പ്രഭാത വന്ദനമാണ് പഠിക്കുന്നത്. അതായത് ഒരു കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം പഠിക്കേണ്ട ഒരു വന്ദനം. അതായത് അത് ചെയ്തിട്ട് എണീക്കുമ്പോൾ അവർക്ക് ആ ദിവസം ഒരു നല്ല ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയും അവർ വളരെ സന്തോഷത്തോടു കൂടി എണീറ്റ് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നമുക്ക് അവർക്ക് തോന്നുന്ന ഒരു ചെറിയൊരു പോസിറ്റീവ് കാര്യം. ഓക്കെ. അപ്പോൾ അതെങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം. കുഞ്ഞ് എണീറ്റ് കഴിയുമ്പോൾ അവരെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. 2 കൈകളും മുമ്പിലേക്ക് ചേർത്ത് തുറന്ന് വെക്കുക. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് കയ്യിലേക്ക് നോക്കിയിട്ട് ഇത് പാടണം. എന്താ മന്ത്രം പാടണ്ടേ? എന്താ പാടണ്ടേ? ആദ്യം കരാഗ്രേ വസത്തെ ലക്ഷ്മി, എന്ന് വെച്ചാൽ എന്താണ്? കൈയുടെ അഗ്രത്തില് ലക്ഷ്മി. ഓക്കെ. അടുത്തത് എന്താ പറയണ്ടേ? കരമധ്യേ സരസ്വതി, കൈയുടെ മധ്യത്തിൽ ആരായിരിക്കണേ? സരസ്വതി. കരമൂലേ സ്ഥിതി ഗൗരി, അപ്പം കരത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഗൗരിയാണ്, മാ ഗൗരിയാണ് ഇരിക്കുന്നത്. പ്രഭാതേ കരദർശന, എന്നിട്ട് കയ്യിലേക്ക് നോക്കിയിട്ട് 2 കൈകളും കുഞ്ഞിന്റെ ചെറിയ കണ്ണുകളിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് കൈ കൂപ്പി എണീക്കുക. ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയൊരു പോസിറ്റിവിറ്റി ഒക്കെ തോന്നി അവർ വളരെ സന്തോഷത്തോടെ എണീറ്റ് വരും. അപ്പൊ നമുക്കിതൊന്ന് ഒരുമിച്ച് പാടി നോക്കിയാലോ? ഓക്കെ. കരാഗ്രേ വസത്തെ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശന. അപ്പം ഇതറിയാവുന്ന നിറയെ കൂട്ടുകാർ കാണും അല്ലേ? സാൻവിയുടെ പോലെ ഇത് പഠിച്ച് ഒത്തിരി കൂട്ടുകാർ കാണും. അപ്പം അവരെന്ത് ചെയ്യുക? കമന്റിൽ വന്നിട്ട് അവരവരുടെ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇത് പാടുന്നതായിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പം നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.